പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. അയ്യപ്പ സന്നിധിയിൽ പുഷ്പഭംഗിയേകി ശബരി നന്ദനം. ഭക്തിയും പ്രകൃതിയും ഒന്നാകുന്ന അപൂർവ കാഴ്ചയൊരുക്കുകയാണ് ശബരിമല അയ്യപ്പ സന്നിധിയിലെ ശബരി നന്ദനം. അയ്യനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് മനം കുളിർപ്പിക്കുന്ന അനുഭൂതിയാണ് പുഷ്പഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം നൽകുന്നത്. ശബരിമല പടിത്താവളത്തേക്കുള്ള പടി കയറിയെത്തി ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ശബരി നന്ദനം. 39 സെന്റ് സ്ഥലത്താണ് ശബരി നന്ദനം സ്ഥിതി ചെയ്യുന്നത്. 70 മീറ്റർ നീളവും 22.5 മീറ്റർ വീതിയുമുള്ള പൂന്തോട്ടത്തിന് 1575 ചതുരശ്ര മീറ്ററാണ് വിസ്തീർണം. 5 തട്ടുകളിലാണ് ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. 1200 മുല്ല, 750 റോസച്ചെടികൾ, 1000 ചെത്തി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി മനോജ് കുമാർ പറഞ്ഞു. ജമന്തി, തുളസി എന്നിവയുമുണ്ട്. മരാമത്ത് വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. 1200 മുല്ല, 750 റോസ്, പിന്നെ ഏകദേശം 1000 ചെറ്റി, ഇത്രയും പൂക്കളാണ് അവിടെ ഉള്ളത്. പിന്നെ അത് നമ്മളെ പൂജാപുഷ്പങ്ങളാണ്. ഇതുകൂടാതെ നമ്മളെ ഗണപതി ഹോമത്തിന് വേണ്ടി നമ്മൾ ശംഖുപുഷ്പം അവിടെ നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കള കയറാതിരിക്കാൻ വേണ്ടി മൾച്ചിൻ്റെ ഷീറ്റ് ഇട്ടാണ് പരിപാലിച്ചിരിക്കുന്നത്. കൂടാതെ ഇത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ 40ഓളം സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് ഇത് നനയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ 28/9/2024 നമ്മൾ ഇത്രയും ചെടികളോടെ പ്ലാന്റ് ചെയ്തിരുന്നത്. കള കയറാതിരിക്കാൻ പ്രത്യേക ഷീറ്റ് പാകിയാണ് പരിപാലിച്ചിരിക്കുന്നത്. 40ലധികം സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചെടികൾ നട്ടത്. ഗോശാലയിൽ നിന്നുള്ള ചാണകവും പിണ്ണാക്കവും ഉപയോഗിച്ചാണ് ചെടികൾക്ക് വളമിടുന്നത്. പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ ബന്ധി ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂജാ പുഷ്പങ്ങളാണ് പൂന്തോട്ടത്തിലുള്ളത്. പുഷ്പാഭിഷേകത്തിനും മറ്റും പുറത്തു നിന്നാണ് പൂക്കൾ എത്തിക്കുന്നതെങ്കിലും പൂജയ്ക്കും മറ്റു കർമ്മങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് പൂക്കൾ ശേഖരിക്കാമെന്ന് മനോജ് കുമാർ പറഞ്ഞു. ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പവും നട്ടിട്ടുണ്ട്. 4 വശവും കമ്പിവേലികൾ കൊണ്ട് തിരിച്ച് ഗേറ്റ് സ്ഥാപിച്ച് തോട്ടം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. വളമിടിയിൽ വെള്ളം നനയ്ക്കൽ ഉൾപ്പെടെ പൂന്തോട്ടം പരിപാലിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ സ്വദേശി TS സജിത്താണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.